വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അടുത്തത് അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. അടുത്തത് ജാതികൾ കലഹിക്കുന്നതും. ഇത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. അപ്പൊ ആദിമസഭയ്ക്ക് പീഡനം വന്നപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക. ദൈവമക്കളോടൊരു കാര്യം പറയാം, പ്രതിസന്ധികളും പോരാട്ടങ്ങളും വരുമ്പോൾ ദൈവവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. അതിന് തക്കനായ വാക്യങ്ങൾ വേറെ പുസ്തകത്തിലുണ്ട്, അന്വേഷിച്ച് നോക്ക്, ഇണയില്ലാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ആ വാക്യങ്ങൾ ഉച്ചരിച്ച് ഉരുവിട്ട് സന്ദർഭോചിതമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് വിടുതൽ നിശ്ചയമാണ്. വചനത്തിന് ശക്തിയുണ്ട്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. നീ ഇവിടെ ഇരുന്ന് വചനം പറയുമ്പോൾ ഈ വചനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇത് വിട്ടയച്ച ശേഷം കൂട്ടാളികളുടെ അടുക്ക ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്കുന്നതിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 2-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ഇനി ഓടിച്ചു പറയാ എഴുതാനുള്ള മുഖാന്തരമുണ്ട്. എഴുതാൻ ഈ ശൗല് 40 കൊല്ലം ഭരിച്ചു, ഗുണം വന്നില്ല. 2 കൊല്ലം ഒരുമാതിരി വലിയ ശല്യമില്ലാതെ പോയി. പിന്നെ പരുവക്കേടാന്നേലും പുള്ളി നൊരയും 15 ആടും ഇടയ്ക്കിടയ്ക്ക്. അത് പുതിയ അഭിഷേകം ഒന്നല്ല, വ്യായി കയറിയിട്ടാണ്. അന്നേരം ദാവീദ് കിന്നരം എടുത്തൊന്ന്, അന്നേരം തിരുമേനിക്ക് അല്പം അങ്ങനെ ആ തിരുമേനിക്ക് ആറ്റുവാക്കും. ചുരുക്കി പറഞ്ഞാൽ ദാവീദ് രാജാവായി. ദാവീദിന്റെ കാലത്ത് എല്ലാത്തിന്റെ ഒരു ഓർഡർ വരുന്നത്. ശൗല് ഇത് ഒന്നാമത് കൃപയൊക്കെ പോയി. പിന്നെ പുള്ളി മിക്കവാറും സുഖവാസമാണ്. കയ്യിലൊരു കുന്തമുണ്ട്. ഈ ഒരുവൻ രാജാവായാൽ അവൻ ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് കൈ വെക്കണമെന്ന്. പുള്ളിയുടെ കയ്യിൽ ന്യായപ്രമാണത്തിന്റെ പകർപ്പൊന്നും ഇല്ല. പിന്നെ ആകെയുള്ളത് കുന്തമാ. ആരെ കണ്ടാലും പുള്ളി കുത്തും. ദാവീദിനെ എപ്പോ കണ്ടാലും കുത്തും. ഇത് രാജാവായി കഴിഞ്ഞപ്പോ എല്ലാത്തിനും ഓർഡറാക്കി. ശൗലിന് സുഖലോലിപതയാ ഇഷ്ടം. അവന് വേറൊരു വാക്യമുണ്ട്, മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴിൽ 14-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ച്, ശമൂവേലിന്റെ 1-ാം പുസ്തകം 14-ന്റെ 1 വായിച്ചു പെട്ടെന്ന്. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ, ശൗലിന്റെ മകനാകുന്ന യോനാഥാൻ തന്റെ ആയുധവാഹന ബാല്യക്കാരനോട് വരിക, അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലാന്ന് പറഞ്ഞെടുത്തത്. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. അപ്പനോട് പറയാൻ അയാള് കണ്ട 10-ാം അധ്യായത്തിന്റെ 8-ല്ലയോ, ശൗൽ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞെന്നാ ദുരാത്മാവ് കയറി. ആ 18-ാം അധ്യായത്തിന്റെ 10-ല്ലേ, കണ്ട വലത്ത് വെച്ചത്തെ കണ്ണിക്ക് തുടങ്ങുന്നിടത്ത് 9-ഉം 10-ഉം ആണെന്ന് തോന്നുന്നു. 18 അത് തന്നെ. ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. ഈ ആത്മാവ് പുള്ളിയെ കയറിയിരിക്കുക. അതുകൊണ്ട് ഇയാളോടൊന്നും പറഞ്ഞ ഏക്കുകയല്ല. അടുത്തത് അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. അതാ പുള്ളി ഇങ്ങനെ നിൽക്കുക, ഉറഞ്ഞു. നമ്മളൊക്കെ മറുഭാഷയാ വേറെ ആന്നേ ഉള്ളൂ. അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞ എന്നാന്നൊന്നും പൊതുവെ പറയാൻ കൊള്ളുകയല്ല. പുള്ളി അരമനയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂപ്പരൊക്കെ ചെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ, അതുകൊണ്ട് ആ ചെറുക്കൻ പറയാം, അതിന് മനസ്സിലായി. ആയി കയറി നിൽക്കുക, കണ്ടുപിടിപ്പൊന്നും വലിയ നീ നമുക്ക് പോവാന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അടുത്തത് ദാവീദോ അല്ലല്ല 14. നമ്മൾ 14 വന്നു. ആ പാടിക്കപ്പുറം അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. ശൗല് ദുരാത്മബാധിതനാ. ഗിബയയുടെ അതിരിങ്കൽ മിക്രോനിലെ മാതളനാരകത്തിന്റെ ഇവിടെ കാവൽപ്പട്ടാളം എന്ന് ഫെലിസ്ത്യരെല്ലാം എന്ന് പണം നമ്മ പുള്ളി ഊട്ടി, കൊടൈക്കനാല്, പിന്നെന്തുവാ മൂന്നാറ്, പിന്നെ ഗവി, പച്ചക്കാനം ഗവി,
ഇടയ്ക്ക് വണ്ടിയും കേടായി. ജായി വന്ന് കയറി അടിച്ച് നിരത്തുക ഫെലിസ്തീനെ. പുള്ളി അന്നേരം മിക്രോണിൽ മാതള നാരകത്തിന്റെ മാതളത്തോടെല്ലാം ഉണക്കി തേനിനകത്ത് ചാലിച്ച് ഫെലിസ്തീൻ വന്ന് വളയടിച്ച് കിടക്കുക. പിന്നെ അതിന്റെ നീര് മാത്രം ഇറക്കി പിശിട്ടെല്ലാം ശരീരകാന്തിയൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുക. ആരാ? പിന്നെ അങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന ധാരാളം ആൾക്കാർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് സ്തോത്രം പ്രസംഗിക്കാനൊക്കെ വരുമ്പോ എന്തെല്ലാം മേക്കപ്പോട് കൂടിയാ ചിലര്, ഇല്ലേ? നേരെ കാണുമ്പോ ഒരു പുള്ളി തന്നെ ആയിരുന്നു ആ സമയത്ത് പ്രത്യേക രീതി വരുന്നതാ. ഓ, ഭൂതമെല്ലാം കൂടെ കയറിയവനല്ല. അതുകൊണ്ട് യോനാഥാൻ അപ്പനോട് പറഞ്ഞില്ല ഇവനെ ഇങ്ങനെയൊക്കെയാ. ഇത് ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, കാര്യത്തിനെല്ലാം ഓർഡർ വരുത്തി. എല്ലാം വിവരിക്കുന്നില്ല. ഓർഡർ അങ്ങോട്ട് വരുത്തി. മില്ലോ പണിതു, സംഭാര നഗരങ്ങൾ പണിതു, ആഭ്യന്തരത്തെ പിന്നത്തേതിലെ പെട്ടകമൊക്കെ കൊണ്ട് അത് പിന്നീടാ. പാട്ടുകാരെ കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷകന്മാരെ അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 പരുവക്കേടായി. ദാവീദ് ഇതെല്ലാം ഓർഡറിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. 24 കൂറിന്റെ ക്രമത്തിൽ പുരോഹിത വൃന്ദങ്ങളെ അങ്ങോട്ട് നിർത്തി. അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ പാട്ടുകാരെ അങ്ങോട്ട് ക്രമീകരിച്ചു. യെദൂഥൂൻ, ഹേമാൻ, ആസാഫ്. പിന്നത്തേതിൽ ആസാഫിനെ തലവനാക്കി. അത് 16 നാല് കിടപ്പുണ്ട്. 16 വായിച്ച് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ആയിര് ആ കണ്ണിക തുടങ്ങുന്നത് ഇടതുവശത്ത്. ആയിര് അവൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ ശുശ്രൂഷന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ, രണ്ടാമൻ സെക്കര്യാവ്. ഇടയ്ക്കൊരു ദൂത് പറയാം. ദൈവദാസന്മാരും ഒക്കെ ഉള്ളത് കൊണ്ടാ ഇടയ്ക്കൊരു ദൂത് പറയാം. ഞാൻ മുമ്പേ പറഞ്ഞതിലൂടെ കണക്റ്റാണ്. സൂത്രത്തിലൊന്നും ചെയ്യരുത്, തന്ത്രത്തിലും ഒന്നും ചെയ്യരുത്. സമയമാകുമ്പോൾ ദൈവം നിന്നെ സ്ഥാനത്താക്കും. കാരണം ദാവീദ് പാട്ടുകാർക്ക് 2 നിയമനം നടത്തി. 1-ാമത്തെ നിയമനത്തിൽ ആസാഫിനെ വെറും ഒരു പാട്ടുകാരനായിട്ടാണ് നിർത്തിയത്. അത് 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ച് ഇപ്പം വായിച്ച അധ്യായത്തിന്റെ പുറകെ. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാഥ ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന്. അപ്പൊ ഇതൊക്കെ ധ്വനിപ്പിക്കുമ്പോ സന്തോഷത്തോടെ വേണം, ഉച്ചത്തിലും ഒക്കെ ധ്വനിപ്പിക്കണം. ചുമ്മാ കഷായം കുടിച്ച പോലെ ധ്വനിപ്പിക്കരുത്. ഇത് വായിച്ചോ. സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യരെ യോവേലിന്റെ മകനായ മകനാകുന്ന ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരക്യാവിന്റെ മകനായ ആസാഫിനെയും, ലേവി ഗോത്രത്തിൽ കോരക കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫിനെയും, അവരുടെ സഹോദരന്മാരായ മെരാര്യരിൽ കൂശായാവിന്റെ മകനായ ഏതാനെയും അവരോടുകൂടെ 2-ാം തരത്തിലെ രണ്ടാം തരം. അതാ ഞാൻ കൈ ആദ്യം കാണിച്ചേ. 2-ാം തരം. 2-ാം തരത്തിൽ തങ്ങളുടെ സഹോദരന്മാരായ സെഖര്യാവ്, ബേൻ, യാസിയേൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആസാഫ് ഭയങ്കര മിടുമിടുക്കനാ. സംഗീതത്തെ പറ്റി അഗാധ പാണ്ഡിത്യമുള്ള ആളാ. ഉള്ളതിൽ ഏറ്റവും മെച്ചം ആസാഫ്. പക്ഷെ ആദ്യത്തെ നിയമനത്തിൽ പുള്ളിയുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് ഒരു നിയമനം കൊടുത്തില്ല. നമ്മളായിരുന്നു അവിടെ ഇല്ലാത്ത കൊല്ലാപ്പല്ല ഉണ്ടാക്കി അന്നേരം നമ്മുടെ ആൾക്കാരെ കയ്യിലെടുത്ത് പാര വെച്ച് ടോർപ്പിടോ വെച്ച് ഒരു പ്രത്യേക പാനലുണ്ടാക്കി രാത്രി തന്നെ ഫോൺ ചെയ്ത് മെസ്സേജ് വിട്ടു. വാട്സപ്പിനകത്തും ഒക്കെ വിടാവുന്നതിന്റെ പരമാവധി വിട്ട് ആവിയതിന്റെ പഴയ ചരിത്രമെല്ലാം പൊക്കി. 11ഉം 12ഉം അവന്റെ കയ്യിലൊരു ഫോട്ടോ വായിച്ചില്ല. തള്ള അവിടെ നിൽക്കുന്ന ഒന്നും അറിയാൻ തന്നെ ആർക്കും. എല്ലാരും എന്തെല്ലാം നാശോപ്പിക്കാൻ. ദൈവത്തിന് മഹത്വം. ആസാബൊന്നും മിണ്ടിയില്ല. സാധാരണ ഒരു നിയമനം കൊടുത്തു. ആസാബിനറിയാം എന്നെ ഒരു സ്ഥാനത്ത് ആക്കണമെന്ന് പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ടൈം ആകുമ്പോ ആക്കും. 1-ാമത്തെ നിയമനത്തിൽ എല്ലാവരുടെയും കൂടെ ഒരു പാട്ടുകാരൻ. പക്ഷേ ആസാബ് പ്രാർത്ഥിച്ചെന്ന ദൈവസന്നിധിയിലിരുന്നു. 2-ാം നിയമനം വന്നപ്പോൾ ആസാബ് തലവൻ. അല്ല, സൂത്രത്തിലൊക്കെ ഒത്തിരി നേടിയെടുക്കുന്നവരില്ലേ? ചിലര് സൂത്രം കാണിച്ചിട്ട് ഒത്തുമില്ല.
അത് നിങ്ങൾക്കറിയാമല്ല. നിങ്ങളെല്ലാം പരമാർത്ഥികളായതുകൊണ്ടൊന്നും അറിയുന്നില്ലല്ലോ. ഈ സൂത്രമൊന്നും കാണിക്കരുത്. നിന്നെ ഒരു തലവനാക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈമാകുമ്പോൾ ദൈവം കൊണ്ടുവന്നോളും. അങ്ങനെ ആസാഫ് തലവൻ. ഇതെല്ലാം ക്രമീകരണം ദാവീദ് വരുത്തി. ഇതെല്ലാം ചെയ്തിച്ച് ദാവീദ് ഇതിനിടയ്ക്ക് പറഞ്ഞു, ഞാന് സിയോൻ കോട്ട പിടിക്കാൻ വരുവാന്ന് പറഞ്ഞു. സിയോൻ കോട്ട അത് ദാവീദിന് നഗരമാണല്ലോ. സിയോനെ പറ്റി ഒത്തിരി പറയേണ്ടതുണ്ട്, ഒന്നിലേക്കും തുടർന്നില്ല. സിയോൻ കോട്ട. അപ്പോൾ സിയോൻ കോട്ട പിടിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്തുള്ള ആൾക്കാർ, അന്ന് അവിടെ പാർക്കുന്നവര് യെബൂസ്യരാ. യെബൂസ്യൻ എന്ന വാക്കിന് ഒരർത്ഥം കര കയറാൻ മനസ്സില്ലാത്തവനെന്ന്. ഇപ്പോഴും അങ്ങനെ മനസ്സില്ലാത്ത ഒത്തിരി എണ്ണമുണ്ട്. ഏതാ സുവിശേഷം നമ്മൾ പറയുമ്പോഴേ ജോലിയും കൂലിയില്ലാത്ത കുറെ അവന്മാര്, ഒരു പണിയില്ലാത്ത കുറെ എണ്ണം. ചിലരോട് പറയാ, അച്ഛാ കണ്ണടേന്നതിന് മുന്നേ ഈ സുവിശേഷം കേൾക്കണേ, വിശ്വസിക്കണേ. പിന്നെ അല്ല, ചിലരുടെ പോക്കും ഇരിപ്പും പാപവും കണ്ട മരിക്കുകയല്ലെന്നും പറഞ്ഞ നിങ്ങൾ ആ സംസാരമൊക്കെ കേട്ടിട്ടില്ലേ? സാഗല എണ്ണവും ചാകും. ഇന്ന് ഞാനൊരു മരണ വീട്ടിൽ പോയപ്പോ അത് പറഞ്ഞേച്ചാ വന്നേ. പണ്ട് ഒരു കഥയല്ല, സംഭവമാ. ഒരു വലിയ വ്യവസായ പ്രമുഖൻ, വലിയ ഉന്നതനായ മനുഷ്യനാണ്. പുള്ളി രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്, സൂട്ട് കേസും ഒക്കെ, അന്നത്തെ കാലമാണ്, പിടിച്ച് കയ്യുമൊക്കെ കെട്ടി, നല്ല കാണാൻ നല്ല മിടുമിടുക്കൻ, വലിയ പ്രമുഖനാ, വ്യവസായ പ്രമുഖനാ. പുള്ളി അങ്ങോട്ട് ഇറങ്ങിയപ്പോ നമ്മുടെ ഒരു സാധു ഉപദേശി ഒരു ലഘുലേഖയായിട്ട് ചെന്നു. അപ്പൊ പുള്ളി വെച്ചു, സുവിശേഷം നേരമില്ല, പോകാൻ പറഞ്ഞു. ന്യായമാ, പുള്ളി എന്തെല്ലാം ഉത്തരവാദിത്തമുള്ള അതിനിടെ ഇത് കേൾക്കാൻ. അപ്പൊ പുള്ളി വെച്ച് പറഞ്ഞു, സാറേ കേൾക്കണേ, ഇത് കേൾക്കേണ്ടതാ, തന്നോടല്ലോട് പറഞ്ഞു, എനിക്ക് നേരമില്ല, ബിസിയാ. ഓ, അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആട്ടി. ഡ്രസ്സും ഒന്നും അത്ര നല്ലതല്ല, കാണാനും അത്ര മെച്ചമൊന്നും. അങ്ങനെയുള്ളവരെ ഇന്നും അങ്ങനെ ആട്ടുന്ന ആൾക്കാരുണ്ട്. ആട്ടി വിട്ടു, നേരമില്ല, സമയമില്ലെന്ന്. പുള്ളി ദുഃഖത്തോടെ, ദൈവമേ ഒരവസരം അദ്ദേഹത്തിന് വീണ്ടും ഒരുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. സമയമില്ല, ബിസിയാ, സമയമില്ലെന്ന്. ഓ, എനിക്ക് സമയമില്ലാതെ നിൽക്കുക, തിരക്ക് പിടിച്ചു നിൽക്കാനിട. അതായിരുന്നാലും കാര്യമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പം വേറൊരു പുള്ളി അവിടെ വന്നു. പുള്ളി വന്നത് വേറൊന്നുമല്ല, കയ്യിലൊരു കയറും ഒക്കെ ഉണ്ട്. നാടൻ ഭാഷ പറഞ്ഞ കാലന, യമൻ. അവൻ പോത്തിന്റെ പുറത്ത് കയറും ഒക്കെ ആയിട്ട് പുള്ളി ഇതുപോലെ തന്നെ രാവിലെ പുള്ളിക്കിറങ്ങി സൂട്ട് കേസ് വാങ്ങുമെന്നും പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ആരാന്ന് ചോദിച്ചു. കൊണ്ടുപോകാൻ വന്ന. അപ്പൊ ഈ പുള്ളി മറ്റേ പുള്ളിയോട് ഉപദേശിയോട് പറഞ്ഞ ടൈമില്ല, പോകാൻ പറഞ്ഞു. ലോറിന് എനിക്കും സമയമില്ലെന്ന് പറഞ്ഞു. എനിക്കും സമയമില്ല, നിന്നെ അവിടെ കൊണ്ട് വെച്ചേച്ച് വേണം അപ്പുറം തങ്കത്തിന് വലിച്ചു കിടക്കുന്ന അവനെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചിക്കനാല് തങ്കമ്മ ഇവിടെ കിടപ്പുണ്ട്. തങ്കമ്മ 3 ആഴ്ച തങ്കമ്മനെ ഇത് കഴിഞ്ഞ് എനിക്ക് ഒട്ടും സമയമില്ല നിൽക്കുന്നത്, പെട്ടെന്ന് വരാമെന്ന്. ഒരു കിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി മരണത്തിന്റെ കുരുക്ക് വീഴുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. ഡംബോടുവാണീണും ധനാഢ്യറും സാധുക്കളായോരും ഡംബോട് വാണീടും ധനാഢ്യർ സാധുക്കളായോ എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം, എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിയിടും. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. സമയമായി. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ടൈമാകുമ്പോൾ ദൈവം തന്നെ ഉയർത്തും. ഞാനും നിങ്ങൾ സൂത്രമൊന്നും കണ്ടുപിടിക്കണ്ട. അപ്പൊ ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വരുവാന്ന് പറഞ്ഞു. അന്ന് സിയോൻ കോട്ടയ്ക്കകത്തുള്ളത് യെബൂസ്യനാണ്. അപ്പൊ യെബൂസ്യ മൂപ്പന്മാര് പറഞ്ഞു, ദാവീദ് ഇവിടെ കയറി വന്നു. ഒന്നിവിടെ വരികയല്ല. ഒന്നിവിടെ വരികയല്ല. പിന്നെ അഥവാ വന്നാൽ
നമ്മളാരും പോകണ്ട. ഇവിടുത്തെ മുടന്തന്മാരും എന്ന് പറഞ്ഞാൽ രണ്ട് കാലിനും ആക്കമുള്ളവനുള്ളില്ല അവൻ. അതായി പറഞ്ഞെന്റെ അർത്ഥം. 1.5 കാലം ചെന്നാ മതി, അതിനുള്ളത് ഉള്ളു. മനസ്സിലാകുന്നില്ല? അർത്ഥം ഇതാണ്, 2 കാലുള്ളവൻ ചെന്നാൽ അതിനുള്ളത് ഇല്ല ദാവീദ്. നമുക്ക് ഇവിടുന്ന് പിന്നെ ഇവിടുത്തെ കുരുടന്മാര് മതി, കാഴ്ചയുള്ള ഒറ്റ ഒരുത്തനും പോണ്ട. കണ്ണുകൊട്ടം ചെന്നാ മതി, കണ്ണുകൊട്ടന് തട്ടാനുള്ളതേ ഉള്ളെന്ന് ദാവീദ്. ദാവീദ് ഇത് കേട്ട് പഴയ പ്രമാണമല്ലേ, ശുണ്ടി കൂടി. 5:5 ഒന്ന് വായിച്ച മാമേ, 15-ായിരിക്കും. ശാമുവേലിന്റെ 2-ാം പുസ്തകം, 2-ാം പുസ്തകമല്ലേ, 2:5. 2-ാം പുസ്തകം 5:5. നീ പോയി വരിക, നീ പോയി വരിക. എവിടോട്ടാ പോകുന്നുണ്ട് ഞാനൊന്ന് നോക്കാം. മാമ 2-ാം പുസ്തകം 5:5. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. അടുത്ത വാക്യം. രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളാകുന്ന യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. പിന്നെ ദാവീദിനവിടെ കടപ്പാൻ കഴിയില്ല എന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നീ ഇവിടെ കേറുകയില്ല, നിന്നെ തടുക്കാൻ കുരുടരും മുടന്തരും മതി എന്ന് കുരുടന്മാരും മുടന്താന്മാരും മതി, ഇവിടെ നീ കയറുകയില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അല്ല, ഞാൻ ചരിത്രത്തിലോട്ട് അധികം പോകുന്നില്ല, വചനമൊക്കെ നല്ല തിട്ടമുള്ളവരാ എന്നെ കേൾക്കുന്നത്. വിശേഷിച്ച് കയറ്റി വർഗീസ് പാസ്റ്റൊക്കെ നല്ല ഇടയ്ക്കിടയ്ക്കായിട്ട് ദൈവവചനം പറയുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ മോശമല്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചാലൊക്കെ ദൈവദാസനൊക്കെ എല്ലാവരും മെച്ചപ്പെട്ടയാളാണ്. അപ്പൊ ഇവർക്ക് നന്നായിട്ട് വചനം അറിയാം. അപ്പോൾ എന്നിട്ടും ദാവീദ് അത് പിടിച്ചെങ്കിൽ യുവമാൻ അടങ്ങി നിന്നില്ല. ഇവര് ശത്രുക്കൾ പിന്നെയും കൂടി. മാത്രമാണോ, ഫെലിസ്തീനെയും കൂടെ പിന്നെ ഇണക്കി. 18-ാം വാക്യം വായിച്ച് 5:18. ഫെലിസ്തീർ വന്ന് പരന്നു. പിന്നെ അപ്പോൾ ദാവീദ് യഹോവയോട് ആലോചനയൊക്കെ ചോദിച്ചെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യെബൂസ്യനും ഫെലിസ്ത്യനും ഈ മല്ലന്മാരും മിടുക്കന്മാരും എല്ലാം കൂടെ ഒന്ന് ചേർന്നു. ആ സന്ദർഭത്തിൽ ആ ദാവീദ് 2-ാം സങ്കീർത്തനം എഴുതി. അതാ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ, അതാ ആവശ്യം. ഇതിന്റെ മുഖാന്തരം അതാ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ, യബൂസ്യനും ഫെലിസ്ത്യനും മല്ലനും അമോന്യനും അമോര്യനും ഹിർവ്യനും അർഗ്യനും ഹമാത്യനും എല്ലാം കൂടെ ഒന്നിച്ച് ചിന്തിക്കുക. എന്തിനാ? അഭിഷിക്തനെ തട്ടിക്കളയാൻ ജാതികൾ കലഹിക്കുക. അപ്പൊ ഞാൻ ആ സങ്കീർത്തനം ഇങ്ങനെ പറയാണ്ട്, യുവന്മാരെല്ലാം കൂടെ നിന്ന് ഇങ്ങനെ കലഹിച്ച് ജാതികൾ കലഹി വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുക. ഇങ്ങനെ നിരൂപിക്കുമ്പോൾ ആമേൻ സ്തോത്രം 4-ാം വാക്യത്തിൽ പറയുക, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. അങ്ങനെയാലും ഒന്ന് ചിരിക്കട്ടെ നമ്മളും. വായിര് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അയ്യോ, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ കൂട്ടുകെട്ടും തന്ത്രങ്ങളും ഗൂഢാലോചനയും ഇവരുടെ ഈ അണിയറകളിലൊക്കെ ഒപ്പിക്കുന്ന തന്ത്രങ്ങളൊക്കെ കാണുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ഇത് ഈ സങ്കീർത്തനത്തോട് ബന്ധപ്പെട്ട് ഓർപ്പിച്ചല്ലോ. സങ്കീർത്തനം മശീക സങ്കീർത്തനമാണ്. 2. സ്തോത്രം. അതുകൊണ്ടാണല്ലോ സ്തോത്രം, ഇന്ന് നീ നിന്റെ പുത്രനെ ജനിപ്പി. 7-ാം വാക്യം 7-ആണോ 9-ആണോ അമ്മാമേ? ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, പിന്നെ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് എന്ന് പറഞ്ഞ യേശുവിനെ വീണ്ടും ജനിപ്പിച്ചെന്നല്ല, ഇതവിടുത്തെ ഉയർപ്പിനെ കാണിക്കുന്നതാണ്. ക്രിസ്തുവേശുവിന്റെ ഉയർപ്പാ. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാര് ഭരിച്ചു വാഴും ഏകനായകൻ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും. നമ്മെ സ്നേഹിച്ച മന്ത്രികൾ ചോരകൾ കഴുകി നമ്മെ ശുദ്ധീകരിച്ച വിശ്വസ സാക്ഷികൾ നീല സ്തുതിപ്പി ഹല്ലേലൂയ പാടി സ്തുതിപ്പി ലോകത്തെ പാപത്തെ നീക്കുവാൻ
മരിച്ചവനിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമിരാജ